ശശി തരൂർ ആഗോള പൗരൻ എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ എക്കാലത്തും രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തം വെളിവിന് തോന്നുന്നത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി തരൂർ പറഞ്ഞതെല്ലാമാണ് വെളിവുള്ളതെന്നെങ്ങാനും പറഞ്ഞാൽ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഈ പരിപാടിക്കെതിരെയും തിരിയും. അത് കോൺഗ്രസുകാർ തന്നെ തമ്മിലടിച്ച് തീരുമാനിക്കട്ടെ. സ്വന്തം നിലയ്ക്ക് വെളിവുണ്ടാവുകയും വെളിച്ചത്ത് പറയുകയും ചെയ്യുക എന്നതാണ് ബൗദ്ധിക വളർച്ചയുടെ മാനദണ്ഡം. സ്വന്തം പ്രസ്ഥാനം തീരുമാനിക്കുന്നത് മാത്രമാണ് ശരിയെന്നും അല്ലാത്തതെല്ലാം മണ്ടത്തരമാണെന്നും വിശ്വസിക്കുന്നവരെയാണ് പക്ഷേ പാർട്ടികൾക്ക് ആവശ്യം. പ്രസ്ഥാനത്തിന്റെ നിലപാടിനപ്പുറം പറഞ്ഞാൽ പിന്നെ പുറത്തു പോകണം എന്നതാണ് നിലപാട്. മധ്യേഷ്യ സംഘർഷത്തിൽ തരൂർ സ്വന്തം നിലപാട് പറഞ്ഞതിന്റെ ഓളം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. പലസ്തീനിലെ മുസ്ലിങ്ങളോട് ചേർന്നു നിന്ന് തന്നെ സംസാരിക്കുന്ന തരൂർ ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്നും പറഞ്ഞു. അതോടെ അദ്ദേഹം മുസ്ലിം വിരുദ്ധനും ഇസ്രയേൽ ചാരനും വരെയായി. ഇപ്പോ വ്യാവസായിക മേഖലയിൽ കേരളത്തിന്റെ വളർച്ച അഭിമാനകരമാണെന്ന് ലേഖനമെഴുതി. കേരളം മുടിഞ്ഞു നാശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിന് വിരുദ്ധമായിരുന്നു അത്.